കുരുവിക്ക് എൻ്റെ മനസ്സുകൊണ്ടുള്ള ആത്മാർത്ഥമായ പ്രണാമം. മന്ത്രിയും ഓമനക്കുട്ടി ടീച്ചറും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ജാനകി അമ്മയെക്കുറിച്ച്. എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല. ഇപ്പോൾ മരിച്ച് കുറച്ച് നാളായല്ലോ. അപ്പോൾ എല്ലാവരും യൂട്യൂബിലും പത്രത്തിലും എല്ലാത്തിലും സോഷ്യൽ മീഡിയയിലും കൂടെ ഒരുപാട് കാര്യങ്ങൾ എന്നെക്കാളും നിങ്ങൾ ഗ്രഹിച്ച് കാണും. പക്ഷേ ഒരു സംഗീതജ്ഞ അല്ലെങ്കിൽ സിനിമാ പിന്നണി ഗായിക എന്ന നിലയിൽ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ പങ്കിടാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ഒന്ന്, ഞങ്ങളൊക്കെ പാട്ട് പാടി സ്കൂളിൽ പാട്ട് പാടി തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ കേട്ട് അനുകരിക്കുന്ന കവലൻ ശ്രീകുമാർ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു എല്ലാവരും മിമിക് ചെയ്യുന്നു എന്ന്. ശരിയാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ പാട്ട് കേട്ടു, നമ്മൾ ഗാനമേള എന്ന് പറഞ്ഞാൽ അതുപോലെ പാടാതെ വേറെ വ്യത്യാസമായിട്ട് പാടില്ല, അത് ശരിയായില്ല എന്ന് പറയും എല്ലാവരും. അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ മിമിക്ക് ചെയ്യുന്ന, അതായത് ശരിക്കും സ്വന്തം വ്യക്തിത്വം ഉണ്ടെങ്കിൽ പോലും അതിലപ്പുറം ഇവരൊക്കെ മിമിക്ക് ചെയ്ത് പാടാനാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രത്തോളം അതിനകത്ത് ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ പാട്ട് കേട്ട് 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 ഇങ്ങനെ ഓരോന്നും പാടും. അയ്യോ എന്തൊരു പിച്ച്, എന്തൊരു ഫീലിങ്. അപ്പോൾ നമ്മൾ ഗാനമേളയിലൊക്കെ പാടുമ്പോഴത്തേക്കും രാജിക്കൊക്കെ അറിയാം, നമ്മൾ സൂര്യകാന്തി അല്ലെങ്കിൽ ഒരു കൊച്ചു സ്വപ്നത്തിൻ തളിരിട്ട കിനാക്കൾ ഇതെല്ലാം എടുത്ത് ഓരോ സംഗതിയും ഇരുന്ന് കേട്ട് 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 പഠിച്ച് അങ്ങനെ കൃത്യം പഠിച്ചു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ജാനകി അമ്മയുടെ അതോടുകൂടി നമ്മൾ പാടി നോക്കാം. അപ്പോൾ ആ റെക്കോർഡ് വെച്ച് അത് ഉറക്ക വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് പാടുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ക്ലാഷ് ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, അവിടെ കറക്ഷൻ നടത്താമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പാടി നോക്കുമ്പോൾ ചില സംഗതികളൊന്നും അവർ പാടുന്നത് അത് എന്തൊക്കെയോ സോ മച്ച് ഓഫ് കോംപ്ലക്സിറ്റി, ആ ഭയങ്കര ഒരു കോംപ്ലക്സാണ്. അത് ആ തൊണ്ടയിൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മളൊന്നും പാടുമ്പോൾ അങ്ങനെയൊന്നും എത്തില്ല. പക്ഷേ അത് കേട്ട് പിന്നെ അത് മനസ്സിലാക്കി അത് ആസ്വദിക്കാനുള്ള കഴിവ് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളല്ലോ എന്നാണ് ആ സമയത്ത് നമ്മൾ പിന്നെ സന്തോഷിക്കുന്നത് ആ കാര്യത്തിൽ. അതൊരു കാര്യം. പിന്നെ നമ്മുടെ പിന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ 2 വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. അതായത് ഞാനൊരു ഇൻ്റർവ്യൂ കേട്ടതാണ്. അവരൊരു അവതാരമാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ജന്മം എപ്പോഴൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഈ എല്ലാവരും പറഞ്ഞല്ലോ, ഏതു പാട്ടും ജാനകിയമ്മയുടെ ഇൻ്റർവ്യൂവിലൊക്കെ കേട്ടിട്ട് ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് പാടാൻ മാത്രമേ അറിയുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോകും, പാട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കോളും. ഹസ്ബൻഡ് ഉള്ള സമയം വരെ ഞാൻ പാടും, പാടണം. ഇത് മാത്രമേ ഉള്ളൂ, ഇതിനായിട്ടൊരു ജന്മം. ഹസ്ബൻഡ് മരിച്ച ശേഷം മകൻ കൊണ്ടുപോകും. ഇത് മാത്രമേ ഉള്ളൂ അവർക്ക്. അവരുടെ മൊത്തം, അവരുടെ മനസ്സും അവരുടെ ശരീരവും അവരുടെ ബുദ്ധിയും അവരുടെ ആത്മാവും മൊത്തം അത് പ്രത്യേക ഒരു അവതാരം. പിന്നെ പലരും ചോദിക്കും പാട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്ങനെയാണെന്ന്. എന്തൊരു ഗ്രാസ്പിംഗ് പവറാണെന്ന് അറിയാം. അതായത് നമ്മൾ ഈ പഠിക്കണം എന്നില്ല, സത്യത്തിൽ പഠിക്കണം എന്നില്ല. ഒരു ഇത് സ്വരമാണെങ്കിലും ഈ ടീച്ചർ പറഞ്ഞ ശിങ്കാരവേലിനെ ഒരുപാട് സ്വരങ്ങളുള്ള ഒരു പാട്ടാണ്. അതിനകത്ത് ആ സ്വരങ്ങളൊക്കെ കേട്ട് അതുപോലെ കർപ്പൂരം പോലെ ഒപ്പിയെടുക്കാനുള്ള ഭയങ്കര ഒരു ഗ്രാസ്പിംഗ് പവറാണ്. അങ്ങനെയുള്ളവർക്ക് പഠിക്കണമെന്നൊന്നുമില്ല. എന്ത് പറഞ്ഞാലും അതുമാതിരി പാടാൻ കഴിവുള്ളവർക്ക് പഠിക്കണമെന്നില്ല. ഇപ്പോൾ പഠിക്കേണ്ട ആർക്ക്? ഇപ്പോൾ ഞങ്ങളുമാതിരി ഒരു കച്ചേരി ചെയ്യുന്നു, നമ്മൾ മനോധർമ്മം പാടുന്നു, അപ്പോൾ സ്വമേധയാ നമ്മൾ രാഗാലാപനം നടത്തും, മനോധർമ്മ സ്വരം പാടും, നിരവധി പാടും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പഠിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ക്രിയേറ്റിവിറ്റി വരുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ളവർക്ക് പഠിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ പിന്നെ ഇത്രയും ഒരു അപൂർവ പ്രതിഭ ശരിക്കും പറഞ്ഞാൽ റൈപ്പ് ഏജ് 88 റൈപ്പ് ഏജിലാണ് അവർ പോയിട്ടുള്ളത്. ഒരുപാട് ദുഃഖങ്ങളുണ്ട്, അതൊക്കെ ശരിയാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ശരിക്കും വ്യത്യാസമാണ്. ഓരോരുത്തരുടെ നമ്മൾ ലൈഫ് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് എവിടെയോ കിടക്കുന്നു, പ്രൊഫഷണൽ ലൈഫ് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതിനിപ്പോൾ എന്ത് പറയും, നമ്മുടെ കർമ്മം എന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതാവാം. എന്തായാലും അപൂർവ പ്രതിഭ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ട്രഷറാണ് അമ്മ നമുക്കായിട്ട് തന്നിട്ട് പോയത്. ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യട്ടെ. എനിക്ക് അമ്മ നേരിട്ട് സ്റ്റുഡിയോയിൽ പാടുന്നത് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. രവീന്ദ്ര മാഷിൻ്റെ ഉത്രാട പൂനിലാവ് എന്നൊരു CD ആൽബം.
അത് ചെന്നൈയിൽ. അപ്പോൾ ഞാനന്ന് ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഞാനും അതിനകത്ത് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞു, ഞങ്ങളൊക്കെ പോയിരിക്കുകയാണ്, അപ്പോൾ റെക്കോർഡിങ് തുടങ്ങുന്നില്ല. അപ്പോൾ എന്താ മാഷെ ഇങ്ങനെ വിചാരിച്ചിരിക്കണം. മാഷ് പറഞ്ഞു, ഇപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. നോക്കിയപ്പോഴത്തേക്കും ജാനകി അമ്മയും മകനും കൂടെ വരുന്നു. അയ്യോ ദൈവമേ, ഒന്നും ദൈവത്തെ കണ്ടതുപോലെയുള്ള ഒരു ഇത്. ഓടിച്ചെന്ന് കാലൊക്കെ തൊട്ട് തൊഴുതു. എന്നിട്ട് സ്റ്റുഡിയോയിൽ വന്ന് പാടാൻ നിന്നപ്പോൾ അവർ പാട്ട് ജസ്റ്റൊക്കെ പാടി നോക്കിയപ്പോഴത്തേക്കും എനിക്കിത് എങ്ങനെ പാടും. അപ്പോൾ മാഷ് പറഞ്ഞു, വെയിറ്റ്, അത് നമ്മൾ റെഡി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നോക്കൂ. അത് കഴിഞ്ഞ് അത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ അമ്മ എന്താണ് നാദം, ഒറ്റ ടേക്ക്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുമാതിരി അമ്മയുടെ ഒരു നിർദ്ദേശപ്രകാരം 1 or 2 ലൈൻസ് പിന്നെയും റീടേക്ക് ചെയ്തു എന്നല്ലാതെ അത്ഭുതം തന്നെ. അത് തികച്ചും അത്ഭുതം. അതൊക്കെ നമുക്ക് കാണാനും അനുഭവിക്കാനും കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. ഒരു ധന്യം, സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം ധന്യമായ ഒരു ജീവിതമാണ്. നമ്മുടെ ലൈഫിൻ്റെ എസൻസ് എന്ന് പറയുന്നത് എന്താണ്? എത്ര കാലം ജീവിച്ചിരുന്നെന്ന് ഒന്നുമല്ല. ആ ജീവിതത്തിൽ നമുക്ക് എന്ത് സമൂഹത്തിന് കൊടുക്കാൻ സാധിച്ചു, അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു എസൻസ്. മാത്രമല്ല ലാളിത്യം, വിനയം എന്നീ സ്വഭാവ ഗുണങ്ങളുടെ ഒരു വിളനിലമാണ്. ഇങ്ങനെ സംഗീതക്കാരിൽ കാണാൻ വളരെ വിരളമാണ്. മാത്രമല്ല ഒരു കണ്ടെയ്ൻമെൻറ്റ്. പാട്ടുകാർക്ക് അങ്ങ് ഏറ്റവും പറ്റിയാലും പാടിക്കൊണ്ടേയിരിക്കണം. പക്ഷേ അമ്മയ്ക്ക് ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും ഒരു കണ്ടെയ്ൻമെൻറ്റാണ്. അതൊക്കെ വളരെ വിരളമായിട്ടേ ലഭിക്കാറുള്ളൂ. അങ്ങനെ കണ്ടൻറ്റഡായിട്ടാണ് പാട്ട് നിർത്തിയത്. പിന്നെയും ഒന്ന് പാടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ധന്യമായ ജീവിതം, വലിയൊരു സമ്പത്ത് നമുക്ക് തന്നിട്ട് പോയി. ആ ഒരു സമ്പത്താണ് നമ്മൾ വലിയ പ്രസാദമായിട്ട് കണക്കാക്കി നമ്മൾ അതെടുത്ത് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ കുടുംബത്തിന് എല്ലാ ആശ്വാസവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആദരാഞ്ജലികൾ സാംസ്കാരിക ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പ്രത്യേകിച്ച് മൈലോപ്പള്ളി സംസ്കൃതി ഭവൻ പ്രത്യേകിച്ച് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്ത് ഇങ്ങനെ ഒന്ന് കണ്ടക്ട് ചെയ്തതിൽ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്.